ഇറാനുമേൽ യുഎസിന്റെ സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ അടുത്തയാഴ്ച നടക്കും. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ചർച്ച. പരാജയപ്പെട്ടാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ജെറാൾഡ് ആർ ഫോർഡാണ് ടെഹ്റാൻ ലക്ഷ്യമിട്ട് തമ്പടിച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഈ ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല. പല സമയത്ത് പലതാണ് പറയുന്നത്. ചിലപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു, ചിലപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നു, ആക്രമിക്കുമെന്ന് പറയുന്നു, ചിലപ്പോൾ അതുണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് ശുഭസൂചകമാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ആദ്യഘട്ട ചർച്ചകൾ ഫെബ്രുവരി 6-നാണ് ഇറാനുമായിട്ട് യുഎസിൻ്റെ നടന്നത്. ഫെബ്രുവരി 6-ന് ആദ്യം നടന്ന ചർച്ചകൾ അത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് അമേരിക്കൻ പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കിയതാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പ്രസ്താവനയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു ഇസ്രായേലുമായിട്ടുള്ള ചർച്ചകളെല്ലാം യു എസ് നടത്തിയത്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഇറാനിലുള്ള ഈ മിസൈൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിർത്തലാക്കണം, അത്തരത്തിൽ കടുത്ത നടപടികൾ ഇറാനെതിരെ സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇതിനു മുൻപേ ചർച്ചയ്ക്കിടെ തന്നെ നൽകിയിരുന്നു. എന്നാൽ യു എസിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആണവ ചർച്ചകളാണ്. അതിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടികൾ എന്ന് പറയുന്നത് പല സമയത്ത് പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ യുറേനിയം ഒരിക്കലും വിട്ടുകൊടുത്തുകൊണ്ടുള്ള യാതൊരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല എന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഏതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാണെന്ന് അവർ പിന്നീട് അവരുടെ നയം ഒന്ന് മയപ്പെടുത്തുന്ന രീതിയുണ്ടായി. എന്തായാലും ആദ്യഘട്ട ചർച്ചകൾ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് എന്ന് അമേരിക്കൻ പ്രതിനിധികൾ പറഞ്ഞിട്ട് പോലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഭീഷണിയുടെ ഒരു സ്വരമാണ് ഉയർന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാഷിങ്ടണിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ ഈ കരാറിൽ ഒരു അന്തിമ രൂപത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇറാന് കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് യു എസിൻ്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള ജെറാൾഡ് ആർ ഫോറും അതുപോലെ തന്നെ അതിൻ്റെ അകമ്പടി കപ്പലും ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയത്. ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾ നിലവിൽ ജനീവയിൽ വെച്ച് നടക്കും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത ആഴ്ചയാണ് ചർച്ച. ഇതും ഒമാൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ ചർച്ചയും നടക്കുക. എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം ഇനി അമേരിക്കയുടെ മറ്റ് നടപടികൾ എന്താകും എന്നുള്ളത് ഇതിന് ശേഷം മാത്രമാകും നമുക്ക് കൂടുതൽ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുക. ശരി അജയ്.